PC Hints and ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് വിശദമായിരുന്നൊന്ന് പഠിച്ചാലോ? നമുക്ക് നോക്കാം. എന്താണെന്ന് നോക്കാം. ആമുഖം എന്താണ്, അത് എവിടെ നിന്നൊക്കെ കടമെടുത്തുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഡീറ്റെയിൽഡായി പറയുന്നുണ്ട്. നമുക്ക് നോക്കിയാലോ? നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി വിശേഷിപ്പിക്കുന്നത് എന്താണ്? ആമുഖത്തെയാണ് അല്ലേ? ഇന്ത്യൻ ഭരണഘടന ആത്മാവായിട്ട് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെയാണ്. അടുത്തത്, ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം. അപ്പോൾ ഓരോന്നും നമ്മൾ കടമെടുത്തിരിക്കുകയാണ് അല്ലേ? ഇന്ത്യ പല രാജ്യങ്ങളിൽ നിന്നും ഓരോ കാര്യം കടമെടുത്തിരിക്കുകയാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നുമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നതും എന്താണ്? ആമുഖം തന്നെയാണ്. ആമുഖത്തെക്കുറിച്ച് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിക്കാം, ആമുഖമാണെന്ന് പറയുക. അടുത്തത്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യമെന്ന ആമുഖത്തിൽ അനുശോചിക്കുന്നത്. അപ്പോൾ ആമുഖത്തിൽ എന്തൊക്കെയാണ് അനുശാസിക്കുന്നത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യമെന്ന് ആമുഖത്തിൽ അനുശാസിക്കുന്നുണ്ട്. അടുത്തത്, ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? നമ്മുടെ BR അംബേദ്കർ ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് എപ്പോഴാണ്? 1900. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ ഭരണഘടന ആമുഖം നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26. നോട്ട് ചെയ്ത് വെക്കുക. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത്. അടുത്തതിലേക്ക് പോകാം, അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിട്ടുകളയാനാവാത്ത ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. എങ്ങനെ വേണമെങ്കിലും ഇരുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് ആകുന്നത് പഠിച്ച് വയ്ക്കാം. എന്താ ഇനി അടുത്ത പോയിന്റ് നോക്കാം. 1946 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. എപ്പോഴാണ്? 1946 ഡിസംബർ 13. ആ ഡേറ്റും ഒന്ന് ഓർത്ത് വെക്കുക. 1946 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എന്തായി മാറിയത്? ആമുഖമായിട്ട് മാറിയത്. അടുത്തതിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത്, ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എപ്പോഴാണ്? 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. ആ ഡേറ്റും ഒന്ന് ഓർത്ത് വെക്കുക. 1947 ജനുവരി 22 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇത് അംഗീകരിച്ചത്. അടുത്തത്, ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം അല്ലെങ്കിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് എന്താരംഭിക്കുന്നത്? നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത്. അടുത്തത്, ഒരേ ഒരു തവണയാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. എത്ര തവണയാണ്? ഒറ്റ തവണയാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ എന്താക്കി മാറ്റി? രാജ്യത്തിൻ്റെ ഐക്യം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ആ പ്രയോഗത്തിന് പകരം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു. അടുത്തത്, ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? നമ്മുടെ ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആമുഖത്തെ പറ്റി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം. ഇനിയും ആമുഖത്തെ പറ്റി കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക്